ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ജപമാല മാസത്തിൻ്റെ പ്രാർത്ഥനാശംസകൾ ഏവർക്കും സ്നേഹത്തോടെ നേരുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം നമുക്കേവർക്കും ശക്തിയും അനുഗ്രഹവുമാണ്. പ്രിയപ്പെട്ട വല്യപ്പച്ചന്മാരെ, വല്യമ്മച്ചിമാരെ, എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത് നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. കാരണം വൃദ്ധയായ എലിസബത്തിനെ സഹായിക്കുവാനായി തിടുക്കത്തിൽ പുറപ്പെടുന്ന ഒരു മറിയത്തെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. എലിസബത്തിനെ സഹായിക്കുവാൻ പുറപ്പെട്ട ആ മറിയം തീർച്ചയായും നിങ്ങളുടെ വാർദ്ധക്യത്തിൽ, നിങ്ങളുടെ വിഷമതകളിൽ സഹായിക്കുവാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കണം. കാരണം കാനായിലെ കല്യാണ വിരുന്നിൽ അവരുടെ കുടുംബത്തിൽ ഒരു കുറവുണ്ടായപ്പോൾ ആരും പറയാതെ തന്നെ ഇടപെട്ട ഒരു പരിശുദ്ധ മറിയം നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ തീർച്ചയായും ഇടപെടും എന്നുള്ളത് ഉറപ്പാണ്. പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങളേവരും തങ്ങളുടെ മക്കളെ വളർത്തുന്നതിൽ, അവരുടെ വളർച്ചയിലൊക്കെ ഒത്തിരി ആകുലപ്പെടുന്നവരാണ്. നിങ്ങളും നിങ്ങളുടെ മക്കളെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കാരണം ദൈവം തൻ്റെ തിരുക്കുമാരന് ഈ ഭൂമിയിൽ അവതരിക്കുവാനും അവനെ വളർത്തുവാനും നിയോഗിച്ച കന്യകയാണ് പരിശുദ്ധ കന്യകാമറിയം. ദൈവം വിശ്വസിച്ച ആ കന്യകയെ തീർച്ചയായും നിങ്ങൾക്കും വിശ്വസിക്കാം. അവളുടെ മാധ്യസ്ഥം തേടി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ മക്കൾ ഒരിക്കലും വഴിതെറ്റിപ്പോവുകയില്ല. അവർ എപ്പോഴും നിങ്ങൾക്ക് സന്തോഷം നൽകുകയുള്ളൂ. ഈശോയുടെ വളർച്ചയെക്കുറിച്ച് പറയുക, ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു എന്നാണ്. നിങ്ങളുടെ മക്കളെക്കുറിച്ചും സമൂഹം അങ്ങനെ പറയണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും അവരെ മറിയത്തിന് ഭരമേൽപ്പിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത്. പ്രിയപ്പെട്ട യുവതി യുവാക്കളെ, നിങ്ങൾ മറിയത്തിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കണം. ജീവിതത്തെക്കുറിച്ച്, ഭാവിയെക്കുറിച്ചൊക്കെ ഏറെ ആകുലതയോടുകൂടി ജീവിക്കുന്നവരാണ് യുവാക്കൾ. യേശുവിൻ്റെ മരണത്തിനു ശേഷം പ്രതീക്ഷ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്ന അപ്പസ്തോല ഗണത്തെ, ശിഷ്യ സമൂഹത്തെ ഒരുമിച്ച് കൂട്ടി പരിശുദ്ധ ആത്മ അഭിഷേകത്തിന് ഒരുക്കിയ പരിശുദ്ധ മറിയം തീർച്ചയായും നിങ്ങളുടെ വഴികാട്ടിയായിരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പ് നൽകുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നിങ്ങളും പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് വളരണം. കാരണം ഈശോ കരം പിടിച്ച് ഈ ഭൂമിയിൽ വളർന്നു വന്നത് ഈ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചാണ്. ഈശോയെക്കുറിച്ച് വചനം പറയുന്നത് അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു എന്നാണ്. നിങ്ങളും ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ള മക്കളായിട്ട് വളർന്നു വരുവാൻ നിങ്ങൾ തീർച്ചയായും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നിങ്ങളും നടക്കണം. എല്ലാവർക്കും ജപമാല മാസത്തിൻ്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. നന്ദി.